ആരോഗ്യം പോകുമ്പോൾ നമ്മുടെ ചിരി നഷ്ടപ്പെടും. ശരീരത്തിനകത്ത് രോഗങ്ങൾ വരുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. നമ്മുടെ വഴികൾ തുറക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. നമ്മുടെ ആർപ്പ് നഷ്ടപ്പെടും. ഹല്ലേലൂയ. പിന്നെ നമുക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയത്തില്ല. ഇതാ നിന്നെ അടിമനുഖത്തിലാക്കി വെക്കുന്ന പിശാചിന്റെ പദ്ധതി. തലമുറയുടെ വഴികൾ അടയുമ്പോൾ ആർക്കുവാൻ കഴിയുന്നില്ല, സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം, പ്രതികൂലത്തിന്റെ നടുവിലോ ആർക്കുവാൻ കഴിയുന്നെങ്കിൽ, പ്രതിസന്ധിയുടെ നടുവിലോ വഴി അടഞ്ഞിരിക്കുമ്പോഴോ യാതൊരു വഴിയും നിന്റെ മുന്നിൽ കാണുന്നില്ലെങ്കിലോ നിനക്ക് ആർക്കുവാൻ കഴിയുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, വഴി ഇതാണെന്ന് പറയുന്ന ഒരു ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് ഞാൻ പറഞ്ഞ. ഹല്ലേലൂയ. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, വൻ കാര്യങ്ങൾ ചെയ്യുകയാ. ഈ ആഴ്ച നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ പ്രവചന ശബ്ദം കൈമാറാം. യഹോവ നിങ്ങളിൽ ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാ. വലിയ കാര്യങ്ങൾ, നിനക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തത്, നിനക്ക് നീ എപ്പോഴും ഇമാജിൻ ചെയ്യുന്നത് ചില ചെറിയ കാര്യങ്ങളാ. നമ്മളെപ്പോഴും മാനുഷികമായി ഇമാജിൻ ചെയ്യുന്നത് നമ്മുടെ ചെറിയതായ കാര്യങ്ങളാ. കാരണം നമ്മുടെ പരിമിതിക്കകത്തു നിന്നുകൊണ്ടാണ് നമ്മളെപ്പോഴും കാര്യങ്ങളെ ഇമാജിൻ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ നിന്നുകൊണ്ടാണ് ചില വിടുതലുകളെ നമ്മൾ സ്വീകരിക്കുന്നത്. പക്ഷെ യഹോവ എങ്ങനെ ചെയ്തത്? യഹോവ വലിയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങുവാൻ കഴിയാത്ത സാഹചര്യമാ. പ്രവാസത്തിനകത്ത് കിടക്ക് എങ്ങനെ പുറത്തു വരുമെന്ന് അറിയത്തില്ല. പക്ഷെ സ്വപ്നം കാണുന്നത് പോലെ നീ കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് അങ്ങനെ വിശ്വസിക്കുക. കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് ചില ദൈവപ്രവർത്തികൾ നടക്കുമെന്ന്. കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് സ്വപ്നം കാണുന്ന ആ പദം എന്തോ പരിശുദ്ധാത്മാവ് ഒത്തിരി ഇടപെടുന്നല്ലോ. സ്വപ്നം കാണുന്നത് പോലെ ദൈവം ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ, കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഒത്തിരി സമയമൊന്നും വേണ്ട. ഫറവോന്റെ മുന്നിൽ ചെന്ന് നിന്ന മോശ പറഞ്ഞു, പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് കയറി വന്നുകൊണ്ട് ഞാനങ്ങ് പറയാമേ, എൻ്റെ ജനത്തെ വിട്ടയക്കുക. പറ്റത്തില്ലെന്ന് പറഞ്ഞു. ബാധകൾ അഴിച്ചു വിടുകയാ. 9 ബാധ അഴിച്ചു വിട്ടിട്ടും ഒരു രക്ഷയുമില്ല. 9 പ്രാവശ്യം നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പക്ഷെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഫറവോനെ പത്താമതൊന്നുണ്ട്. അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. അതിനകത്ത് എന്റെ ജനം പുറത്തു വരുന്നൊരു ഒരു വിടുതലുണ്ട്. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിനക്ക് വേണ്ടി ചില വൻ കാര്യങ്ങൾ കഴിഞ്ഞ 9 പ്രാവശ്യം നടക്കാത്തത് 10ാമത്തത് അഴിച്ചുവിട്ട് കഴിഞ്ഞപ്പോ യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇന്ന് ശത്രു നിന്നെ നോക്കി പറയാൻ തുടങ്ങുകയാ, യഹോവ അവരിൽ എന്തോ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവരിൽ എന്തോ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവര് ചിരിക്കുന്നു. ഇന്നലെ വരെ പിശാച് നമ്മളെന്നൊക്കെ പറയുന്നത് എന്തുവാ? അവന്റെ വീടിനകത്ത് സന്തോഷമില്ല, അവന്റെ വീടിനകത്ത് ആർപ്പില്ല, അവന്റെ വീടിനകത്ത് ചിരിയില്ലെങ്കിലേ. ഇതാ പിശാച് നമ്മളെ നോക്കി പറയുന്നത്. ഇതാ സമൂഹം നമ്മളെ നോക്കി പറയുന്നത്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഒരു മടങ്ങി വരവുണ്ടായി കഴിയുമ്പോൾ ഇത് ജനം നമ്മൾ പറയുകയാണെ, അവരിൽ എന്തോ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട്, അവരിൽ എന്തോ വൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അവരിൽ എന്തോ അവരുടെ അകത്ത് എന്തോ ഒരു ദൈവപ്രവൃത്തി